നമസ്കാരം. IPL മെഗാ താരലേലത്തിൽ മികച്ച ചില താരങ്ങളെ സ്വന്തമാക്കാൻ 5 തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസിനായിരുന്നു. 23 കളിക്കാരാണ് ഇപ്പോൾ മുംബൈയുടെ അന്തിമ സ്ക്വാഡിലുള്ളത്. ഇതിൽ 15 പേർ ഇന്ത്യൻ താരങ്ങളാണെങ്കിൽ ശേഷിച്ച 8 പേർ വിദേശ കളിക്കാരുമാണ്. ലേലത്തിനു മുമ്പ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയെ കൂടാതെ രോഹിത് ശർമ്മ, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, ജസ്പ്രീത് ബുംറ എന്നീ 5 പേരെ അവർ നിലനിർത്തുകയും ചെയ്തിരുന്നു. 44.8 കോടി രൂപയാണ് ലേലത്തിൽ മുംബൈ ചെലവഴിച്ചത്. വളരെ ശക്തമായ ഒരു ടീം കോമ്പിനേഷൻ വാർത്തെടുക്കാൻ അവർക്കായിട്ടുണ്ടെങ്കിലും ലേലത്തിൽ ചില അബദ്ധങ്ങളും മുംബൈയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ലേലത്തിൽ മുംബൈക്ക് ഒഴിവാക്കാമായിരുന്ന 3 കളിക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. ന്യൂസിലാൻഡിന്റെ യുവതാരം ബെവൻ ജേക്കബ്സിനെ വാങ്ങിയതാണ് മുംബൈ ഇന്ത്യൻസ് കാണിച്ചിട്ടുള്ള ആദ്യത്തെ മണ്ടത്തരം. അടിസ്ഥാന വിലയായ 30 ലക്ഷം രൂപയ്ക്കാണ് അൺക്യാപ്ഡ് ബാറ്ററായ താരത്തെ മുംബൈ വാങ്ങിയത്. കരിയർ എടുത്താൽ ഇതുവരെ വെറും 9 T20കളിൽ മാത്രമേ ബെവൻ കളിച്ചിട്ടുള്ളൂ. നേടിയതാവട്ടെ 134 റൺസുമാണ്. മുംബൈയുടെ പ്ലേയിങ് 11-ൽ അദ്ദേഹത്തിന് സ്ഥാനം ലഭിക്കില്ലെന്ന കാര്യം ഉറപ്പാണ്. രോഹിത് ശർമ്മ, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ തുടങ്ങി ഇന്ത്യൻ വംശജരായ ഒരുപിടി മികച്ച ബാറ്റർമാർ മുംബൈക്കുണ്ട്. അതുകൊണ്ട് തന്നെ സീസണിലുടനീളം ബെവൻ ബെഞ്ചിൽ തന്നെ തുടരാനാണ് സാധ്യത. സൗത്ത് ആഫ്രിക്കൻ ഫാസ്റ്റ് ബൗളറായ ലിസാർഡ് വില്യംസിനെ വാങ്ങിയതാണ് ലേലത്തിൽ മുംബൈ ഇന്ത്യൻസ് കാണിച്ച രണ്ടാമത്തെ അബദ്ധം. അടിസ്ഥാന വിലയായ 75 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന് വേണ്ടി മുംബൈ മുടക്കിയത്. പക്ഷേ ലിസാർഡിന്റെ T20 കരിയർ അത്ര മോശമല്ലെന്ന് കാണാം. 89 മത്സരങ്ങളിൽ നിന്നും 111 വിക്കറ്റുകളാണ് അദ്ദേഹം വീഴ്ത്തിയത്. പക്ഷേ ഇവയിൽ കൂടുതലും പേസ് ബൗളിങ്ങിനെ തുണയ്ക്കുന്ന പിച്ചുകളിലാണ്. ഇന്ത്യൻ പിച്ചുകളിൽ അത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കാൻ ലിസാർഡിന് കഴിഞ്ഞേക്കില്ല. ജസ്പ്രീത് ബുംറയെ കൂടാതെ ന്യൂസിലാൻഡിന്റെ സ്റ്റാർ പേസർ ട്രെന്റ് ബോൾട്ട്, ഇംഗ്ലണ്ടിന്റെ റീസ് ടേപ്ല എന്നിവരുൾപ്പെടുന്ന ശക്തമായ പേസ് നിര മുംബൈക്കുണ്ട്. അതുകൊണ്ട് തന്നെ ലിസാർഡിനെ അവർക്ക് ആവശ്യമുണ്ടായിരുന്നില്ലെന്നതാണ് സത്യം. പ്ലേയിങ് 11-ൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തുക എന്നത് ദുഷ്കരമായിരിക്കും. ഇന്ത്യൻ പേസറും ഓൾറൗണ്ടറുമായ ദീപക് ചാഹറാണ് ഈ ലിസ്റ്റിലെ 3ാമത്തെ താരം. പവർ പ്ലേ സ്പെഷ്യലിസ്റ്റ് കൂടിയായ അദ്ദേഹത്തിനായി മുംബൈ മുടക്കിയത് 9.25 കോടി രൂപയാണ്. എന്നാൽ ഇത്ര വലിയ തുകയ്ക്ക് ചാഹറിനെ മുംബൈ വാങ്ങേണ്ടിയിരുന്നു എന്നതാണ് ചോദ്യം. കാരണം ജസ്പ്രീത് ബുംറ, ട്രെന്റ് ബോൾട്ട്, ഹാർദിക് പാണ്ഡ്യ എന്നിവരെല്ലാം പേസ് വിഭാഗം കൈകാര്യം ചെയ്യാൻ മുംബൈയിലുണ്ട്. പരിക്കുകൾ വിടാതെ പിന്തുടർന്നിട്ടുള്ള കരിയറാണ് ചാഹറിൻ്റെതെന്ന് കാണാം. ഈ കാരണത്താൽ തന്നെയാണ് അദ്ദേഹത്തിനായ മുൻ ഫ്രാഞ്ചൈസിയായ ചെന്നൈ സൂപ്പർ കിങ്സ് മെഗാലേലത്തിൽ ഒട്ടും തന്നെ താല്പര്യവും കാണിക്കാതിരുന്നത്. നേരത്തെ വൻ തുകയ്ക്ക് CSK അദ്ദേഹത്തെ വാങ്ങിയപ്പോൾ ഭൂരിഭാഗം മത്സരങ്ങളും കളിച്ചിട്ടുമില്ല. കഴിഞ്ഞ കുറച്ച് സീസണുകൾ എടുത്താൽ ചഹർ ഭൂരിഭാഗവും കളത്തിന് പുറത്തുമായിരുന്നു. അടുത്ത സീസണിൽ മുംബൈക്കായി ഇദ്ദേഹം എത്ര മത്സരം കളിക്കുമെന്നത് പോലും സംശയമാണ്. ഇവയെല്ലാം പരിഗണിക്കുമ്പോൾ മുംബൈ കാണിച്ച ഏറ്റവും വലിയ അബദ്ധം ചാഹറിനെ വാങ്ങിയതാണെന്ന് ഉറപ്പിച്ചു പറയാം.